ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന സമ്പ്രദായത്തിൽപ്പെടുന്നതാണ് ക്ഷേത്രാരാധന. ക്ഷേത്രാരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ്. അങ്ങനെ ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനെ, പച്ചയായൊരു മനുഷ്യനെ 45 ദിവസം കാരാഗൃഹത്തിലിട്ടതിന് SITക്ക് എന്താണ് പറയാനുള്ളത്? എന്താ നിങ്ങളുടെ തെളിവ്? നിങ്ങൾ യാതൊരു തെളിവുമില്ലാതെ അദ്ദേഹം ചെയ്യാത്ത തെളിവിന് തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടതിനുള്ള വലിയ ഒരു ശിക്ഷ SIT അനുഭവിക്കണം. ഒരു കാര്യമില്ല. അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. 2 പൊളിറ്റിക്സ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഒന്ന്, ഈ ശബരിമല വിഷയത്തിൻ്റെ മൊത്തം ഫോക്കസ് തിരിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ പോയ സമയത്താണ് തന്ത്രിയെ പിടിച്ചത്. മൊത്തം ഫോക്കസ് തിരിച്ച് തന്ത്രിയിലെത്തിച്ച് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള, വഴിത്തിരിവ് ഉണ്ടാക്കാനുള്ള, ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്, ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് തന്ത്രി ഗവൺമെൻറ്റിന് വിരുദ്ധമായൊരു നിലപാടെടുത്തു. സ്ത്രീകളവിടെ കയറാൻ പാടില്ല, എങ്കിൽ ക്ഷേത്രം അടച്ചിടും എന്നൊരു നിലപാടെടുത്തു. ആ നിലപാടിനുള്ള പ്രതികാരമായിട്ടാണോ, പിണറായി വിജയൻ്റെ ഒരു പ്രതികാരമാണോ ഇത് എന്നും സംശയിക്കുന്നവരുണ്ട്. പിണറായി വിജയൻ്റെ പ്രതികാരമായാലും അല്ല, ഇപ്പോൾ ഉള്ള കേസിന് വഴിതിരിക്കാനുള്ള SITയുടെ ശ്രമമായാലും കോടതി അറഞ്ചോം പുറഞ്ചോ ആണ് SIT എടുത്ത് വീശിയത്. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഒരു തെളിവുമില്ല. നിങ്ങൾ ആളുകളെ അറസ്റ്റ് ചെയ്ത് 10-45 ദിവസം ജയിലിലിട്ടോ. അത് വളരെ ചെറിയ ആളല്ല. തന്ത്രി എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ആചാര്യസഭയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളാണ് തന്ത്രി. അപ്പോൾ തന്ത്രിയെ ആളുകളെല്ലാം വെറുതെ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ SIT പറയുന്നത് അങ്ങനെ തന്ത്രിക്കെതിരെ പറയാനുള്ള ശക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പത്മകുമാറിന് ജാമ്യം ലഭിക്കും. എല്ലാ ചേട്ടന്മാർക്കും 90 ദിവസത്തിൻ്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് എല്ലാ ചേട്ടന്മാർക്കും, ആകപ്പാടെ ചേച്ചി ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്തില്ല. ശ്രീദേവി ചേച്ചി അറസ്റ്റ് ചെയ്തില്ല. ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. 13 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ എല്ലാവർക്കും ജാമ്യം കിട്ടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശബരിമല കേസ് ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും അത് ലൂസായി പോവുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും ജസ്റ്റിസുമാർ 2 പേർ, അതായത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഇതെല്ലാം കേൾക്കുകയും ഇത് വളരെ ഭംഗിയായി പോകുന്നു, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ആകെ നാശകോശയായിട്ടാണ് SITയുടെ പഠനങ്ങൾ പോകുന്നത്. SITയിലെ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പാളുകയാണ്. തന്ത്രിയെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തത് ആണ് എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു തന്ത്രിയെ 45 ദിവസം ജയിലിലിട്ടിരുന്നത്? ആരാണ് ഉത്തരം പറയുക എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രിയെപ്പോലെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ പിടിച്ച് ജയിലിലിട്ടിട്ട് 45 ദിവസം ജാമ്യം പോലും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരായാലും അവർ ഹൈന്ദവ സമൂഹത്തോട് ഉത്തരം പറയേണ്ടി തന്നെ വരും.